അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. 1 മുതൽ 5 വരെയുള്ള വീഡിയോ എല്ലാവരും പോയി കാണുക. കൂടാതെ സോഷ്യൽ സയൻസ്, ഹിന്ദി, 7ാം ക്ലാസ്സിലെ സയൻസ്, സോഷ്യൽ, ദിനാചരണ ക്വിസ് വീഡിയോകൾ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു അല്ലേ? സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയുടെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിൻ്റെ പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലേ? പകൽ സമയത്ത് കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും. രാത്രി കാലങ്ങളിൽ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടും. എല്ലാ ജീവികളും ശ്വസിക്കുന്നുണ്ട്, ഓക്സിജനാണ്, ഇതൊക്കെ പഠിച്ചു അല്ലേ? എന്നാൽ എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ആതിഥേയനും അതിഥികളും. ഇവിടെ ആരൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്? മാവ്, ഇത്തിൽ കണ്ണി, മുടിയില്ലാത്ത ആളി, മരവാഴ എന്നിവരുടെ സംഭാഷണമാണ്. ഇത് നോക്കിയാലോ. മാവ് എന്താ പറയണത്? എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ഇത്തിൽ കണ്ണി എന്താ പറയണത്? ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. പക്ഷേ ജലവും ലവണവും സസ്യങ്ങളിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. മരവാഴ എന്താ പറയണത്? എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം. മുടിയില്ലാത്ത ആളി പറയണത്, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ചെടിയിൽ നിന്നും വലിച്ചെടുക്കുന്നു. ഇവിടെ തന്നിട്ടുള്ള 4 പേരും 4 രീതിയിലാണ് ഭക്ഷണം. ഒരാൾ സ്വയം ഭക്ഷണം നിർമ്മിക്കുന്നു, മറ്റൊരാൾ മുടിയില്ലാത്ത ആളി ഭക്ഷണം നിർമ്മിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ തോട്ടങ്ങളിലേക്കൊക്കെ ഇറങ്ങി നോക്കിയാൽ മരങ്ങളിലേക്കൊക്കെ ചില വള്ളികളൊക്കെ ഇങ്ങനെ കയറി പോണത് കാണാം. അതൊക്കെ നിരീക്ഷിച്ചാൽ അവരുടെ വേരുകളുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാവും. സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ആവശ്യമാണല്ലോ. ഈ മാവിന് എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നത്? മണ്ണിൽ നിന്ന്, വേരുകളിലൂടെ സ്വീകരിക്കുകയാണ്. മരവാഴയ്ക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മരവാഴ സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഇത് ജലവും ലവണവും കാർബൺ ഡയോക്സൈഡും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടാണ് സ്വയം ആഹാരം നിർമ്മിക്കുന്നത്. ഇതിന് ജീവിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണ്. മക്കളെ, മരവാഴയ്ക്ക് 2 തരം വേരുകൾ കണ്ടല്ലോ. ഈ വേരുകളുടെ ധർമ്മം എന്തൊക്കെയാണ്? ചെറിയ വേരുകൾ മരവാഴയെ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേര് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചിത്രം നോക്കൂ. ഇത്തിൽ കണ്ണി. ഇത്തിൽ കണ്ണിയെ അർദ്ധപരാത സസ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത്തിൽ കണ്ണിയുടെ വേര് നോക്കൂ. ഇത്തിൽ കണ്ണി മരത്തിൽ പറ്റിപ്പിടിച്ച് വളർന്ന് സസ്യത്തിൻ്റെ ജലവും ലവണവും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തിൽ കണ്ണി പോലുള്ള അർദ്ധപരാത സസ്യങ്ങൾ ആതിഥേയ സസ്യത്തിന് എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുമോ? ആതിഥേയ സസ്യത്തിൻ്റെ ജലവും ലവണവും വലിച്ചെടുത്താണ് ഇത്തിൽ കണ്ണി പോലുള്ള അർദ്ധപരാത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ആതിഥേയ സസ്യങ്ങൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പരാതങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. 2 രീതിയിലാണ്, അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും. പൂർണ്ണപരാതത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്ത ആളി. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്നറിയപ്പെടുന്നു. പൂർണ്ണപരാത സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് ആതിഥേയ സസ്യങ്ങൾ പൂർണ്ണമായും നശിച്ചു പോകുന്നു. ഇത് ഒരു ഔഷധ സസ്യമാണ്. മഞ്ഞ നിറത്തിലാണ് ഇത് കാണപ്പെടുന്നത്. മക്കളെ, ഇതോടെ ഈ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെക്കുറിച്ച് പഠിച്ചു. എപ്പിഫൈറ്റുകൾ, അർദ്ധപരാതങ്ങൾ, പൂർണ്ണപരാതങ്ങൾ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം മരവാഴ, അർദ്ധപരാതത്തിന് ഉദാഹരണം ഇത്തിൽ കണ്ണി. ഇവ എന്താ ചെയ്യുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണപരാതങ്ങളോ ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുത്താണ് ഇവ ജീവിക്കുന്നത്. കുട്ടികളെ, ഈ യൂണിറ്റിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് പാർട്ടുകളാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. 1 മുതൽ 4 വരെയുള്ള പാർട്ടുകൾ പോയി കാണുക.
നന്നായി പഠിക്കുക. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റി വീഡിയോകളും അടുത്ത ക്ലാസ്സിൽ നൽകാം.